മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്ന പ്രചാരണം കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമാക്കാൻ CPIM. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് CPIM വാദം. വീണ വിജയനെതിരായ SFIO കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് CPI നേതാക്കൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഖിലേന്ത്യാ തലത്തിൽ പ്രതിരോധം തീർക്കാനാണ് CPIM തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കാനുള്ള പുതിയ സംഭവമായി CPIM വീണ വിജയനെതിരായ കേസ് ഉയർത്തിക്കാട്ടും. കേരളത്തോടുള്ള കേന്ദ്ര നിലപാടാണ് കേസെന്നും CPIM നേതാവ് തരിഗാമി. It's not the question of daughter of chief minister. It's a question of punishing the people of Kerala, humiliating the people of Kerala, irrespective of their political affiliations. It's not our party, that party. The mandate is from the people of Kerala, which is not uncomfortable, which is uncomfortable for the ruling regime at Delhi. ലാവ്ലിൻ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് വീണയ്ക്കെതിരായ കേസെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാ വസ്തുതയും നിങ്ങൾക്ക് ബോധ്യപ്പെടും. എക്സാലോജിക്ക CMRL കേസ് വേറൊരു വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. CPI മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. വീണയ്ക്കെതിരെ കേസെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് CPI നിലപാട് പരസ്യമാക്കി. LDF ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആറ്റവെച്ച് ദുർബലമാക്കാമെന്ന് വ്യാപകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ BJP സർക്കാരിനെതിരായ പ്രചാരണത്തിനൊരുങ്ങുകയാണ് CPIM. മധുരയിൽ നിന്ന് ദീപക് ധർമ്മടം, 24.